നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്നറിയേണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. നിങ്ങൾ നല്ല പെരുമാറ്റത്തിലൂടെ എല്ലാവരെയും സ്വാധീനിക്കും. മികച്ച പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കും. സന്തോഷവും ക്ഷേമവും നിലനിൽക്കും. പ്രശസ്തിയും ബഹുമാനവും വർദ്ധിക്കും. വ്യക്തിപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിപ്പിക്കുക. നവീകരണത്തിന് ഊന്നൽ നൽകണം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി നിക്ഷേപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കും. സാംസ്കാരിക പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉയർന്ന ജീവിത നിലവാരം നിലനിർത്തും. വ്യക്തിത്വത്തിൽ സൗമ്യത നിലനിർത്തുക. പെരുമാറ്റത്തിൽ മാധുര്യം ഉണ്ടാകും. ക്രിയേറ്റീവായി പ്രവർത്തിക്കുക. പോസിറ്റിവിറ്റി വർദ്ധിക്കും. ഇടവം രാശി. ജോലിയിലും ബിസിനസ്സിലും അക്ഷമ കാണിക്കരുത്. ജാഗ്രതയോടെ മുന്നോട്ടു പോകുക. തെറ്റുകൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കുക. തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. വ്യവസ്ഥാപിതമായി മുന്നോട്ടു പോവുക. വിനയവും വിവേകവും നിലനിർത്തണം. നിയമപരമായ കാര്യങ്ങളിൽ അലംഭാവം ഒഴിവാക്കുക. അനാവശ്യ സംസാരം ഒഴിവാക്കണം. നിക്ഷേപത്തിന് ഊന്നൽ നൽകുക. ബജറ്റിന്റെ നിയന്ത്രണം വർദ്ധിപ്പിക്കുക. പ്രതിപക്ഷ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തിടുക്കം ഒഴിവാക്കണം. നയങ്ങൾക്കും നിയമങ്ങൾക്കും പ്രാധാന്യം നൽകണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കുക. മിഥുനം രാശി. സാമ്പത്തികവും വാണിജ്യപരവുമായ അവസരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സാഹചര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം വർദ്ധിക്കും. അച്ചടക്കത്തോടെ പ്രവർത്തിക്കും. സമ്പത്തിലും ഐശ്വര്യത്തിലും വർധനവുണ്ടാകും. പോസിറ്റിവിറ്റി വർദ്ധിക്കും. ആഗ്രഹിച്ച ഫലങ്ങളിൽ ഉത്സാഹത്തോടെ തുടരും. വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ സൂചനകളുണ്ട്. സാമ്പത്തിക പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പ്രധാനപ്പെട്ട ജോലികൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യും. വാണിജ്യ അവസരങ്ങൾ കണ്ടെത്തും. പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും. ലാഭകരവും വിപുലവുമായ ഉദ്യമങ്ങൾ ഏറ്റെടുക്കും. ജോലിക്കും ബിസിനസ്സിനും കൂടുതൽ സമയം ചെലവഴിക്കും. സുഹൃത്തുക്കൾക്ക് മുൻഗണന നൽകുക. കർക്കിടകം രാശി. തൊഴിൽ മേഖലയിൽ പരിചയസമ്പന്നരും മുതിർന്നവരുമായ വ്യക്തികളുമായി സഹകരണമുണ്ടാകും. സുപ്രധാന പദ്ധതികൾ അനുകൂലമാകും. യോഗങ്ങൾ വിജയിക്കും. അനുകൂല നിർദ്ദേശങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥർ പിന്തുണ നൽകും. ബഹുമാനം, സ്വാധീനം എന്നിവയിൽ വർധനമുണ്ടാകും. ആശയവിനിമയം സുഗമമായി നിലനിൽക്കും. പ്രൊഫഷണൽ സഹായ മനോഭാവമുണ്ടായിരിക്കും. പിതൃകാര്യങ്ങൾ പൂർത്തീകരിക്കും. നിർദ്ദേശങ്ങൾക്ക് പിന്തുണ ലഭിക്കും. സേവന മേഖലയിൽ മികവ് പുലർത്തും. ജനപ്രീതിയും പ്രശസ്തിയും വർദ്ധിക്കാനുള്ള സമയമാണിത്. ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കും. ചിങ്ങം രാശി. പ്രധാനപ്പെട്ട ജോലികൾ നിങ്ങൾ നന്നായി കൈകാര്യം ചെയ്യും. വിശ്വാസവും ആത്മവിശ്വാസവും ശക്തിപ്പെടും. ധൈര്യവും വീര്യവും നിലനിൽക്കും. എല്ലാ മേഖലകളിലും നിങ്ങൾ മികവ് പുലർത്തും. നിർണായകമായ ജോലികൾ പൂർത്തീകരിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുക. ദീർഘദൂര യാത്രകൾ സാധ്യമാണ്. മുടങ്ങിക്കിടക്കുന്ന ജോലികൾക്ക് ആക്കം കൂടും. ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് കുറയും. ഭാഗ്യവശം ശക്തമായി നിലനിൽക്കും. വിജയമുണ്ടാകും. ചർച്ചകളിലും മീറ്റിംഗുകളിലും നിങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. കന്നിരാശി. അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകാം. ശ്രദ്ധാപൂർവം ആലോചിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കുക. കുടുംബത്തിൽ നല്ല സംഭവങ്ങൾ അരങ്ങേറും. പ്രിയപ്പെട്ടവരുമായി വിശ്വാസം നിലനിർത്തുക. നയങ്ങളും നിയമങ്ങളും ലംഘിക്കുന്നത് ഒഴിവാക്കുക. സ്ഥാപനത്തിലും ഭരണത്തിലും വിശ്വാസം വർദ്ധിപ്പിക്കുക. വിനയത്തോടെ ജോലികൾ നിർവഹിക്കണം. ദിനചര്യകൾ പാലിക്കുക. ആശയവിനിമയത്തിന് ഊന്നൽ നൽകും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ജോലികളിൽ സജീവമായിരിക്കുക. സംസാരത്തിൽ മാധുര്യം നിലനിർത്തണം. എല്ലാവരെയും ബഹുമാനിക്കുക. തുലാം രാശി. സാമ്പത്തികവും വാണിജ്യപരവുമായ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടും. അന്തസ്സും ബഹുമാനവും സ്വാധീനവും നിലനിൽക്കും. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റും. എല്ലാവരുമായും ഒരുമിച്ച് മുന്നേറുക. നേതൃത്വപരമായ കഴിവുകൾ വികസിക്കും. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹകരണം ഉണ്ടാകും. ഭൂമി, സ്വത്ത് സംബന്ധമായ ജോലികൾ അഭിവൃദ്ധിപ്പെടും. പ്രൊഫഷണലിസം നിലനിർത്തും. ടീം സ്പിരിറ്റ് വർദ്ധിക്കും. ഗൗരവത്തോടെ പ്രവർത്തിക്കുക. ലക്ഷ്യത്തോടുള്ള ജാഗ്രത വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കും. പങ്കാളിത്തത്തിലുള്ള ധാരണ ശക്തിപ്പെടും. വൃശ്ചികം രാശി. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കുക. ഉത്തരവാദിത്വവും അനുഭവപരിചയവുമുള്ള വ്യക്തികളിൽ നിന്ന് ഉപദേശം തേടുക. സേവന മേഖലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും. ഭാവിയിലേക്കുള്ള പദ്ധതികൾ മെച്ചപ്പെടുത്തും. ബജറ്റിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുക. അശ്രദ്ധ ഒഴിവാക്കണം. വായ്പ എടുക്കുന്നത് ഒഴിവാക്കുക. അച്ചടക്കവും ക്രമവും ശക്തിപ്പെടുത്തുക. തട്ടിപ്പുകാരെ സൂക്ഷിക്കണം. ചെലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യത്തെക്കുറിച്ചുള്ള വേവലാതികൾ വർദ്ധിക്കും. ഉത്സാഹവും സ്ഥിരതയും നിലനിർത്തുക. വെല്ലുവിളികൾ ജോലിയെ ബാധിച്ചേക്കാം. ധനുരാശി. ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും. മുതിർന്നവരുടെ ഉപദേശം ശ്രദ്ധിക്കുക. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. യാത്രകൾക്കും വിനോദത്തിനും അവസരങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ ഫലപ്രദമാകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സന്തോഷം പങ്കിടുക. നേട്ടങ്ങളുടെ ശതമാനം ഉയർന്ന നിലയിലായിരിക്കും. ആധുനിക വിഷയങ്ങളിൽ താൽപ്പര്യം നിലനിർത്തുക.
സാമ്പത്തിക വശം ശക്തമാകും. സംഘടനയെ ശക്തിപ്പെടുത്തുക. പരീക്ഷകളിൽ മത്സരം മെച്ചപ്പെടും. അത്യാവശ്യ ജോലികളിൽ ശ്രദ്ധ കാണിക്കുക. മകരം രാശി, വീടിന്റെയും കുടുംബത്തിന്റെയും ഭൗതിക സ്വത്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിഭവങ്ങളിലും സൗകര്യങ്ങളിലും വർധനവുണ്ടാകും. കുടുംബവുമായി അടുപ്പം നിലനിർത്തുക. നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കുക. സാമ്പത്തിക നേട്ടമുണ്ടാകും. ഉത്തരവാദിത്വം നിറവേറ്റുക. നല്ല അവസരങ്ങൾ ലഭിക്കും. ബന്ധുക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക. മാനേജ്മെന്റ് വശം ശക്തമായിരിക്കും. സ്ഥലം മാറ്റം സാധ്യമാണ്. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും. വ്യക്തിപരമായ ശ്രമങ്ങൾ ശ്രദ്ധേയമാകും. മുതിർന്നവർ പറയുന്നത് ശ്രദ്ധിക്കുക. വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കുംഭം രാശി, കിംവദന്തികൾ ഒഴിവാക്കുക. ഐക്യം വർദ്ധിപ്പിക്കുകയും ഉപദേശം തേടുകയും ചെയ്യുക. സഹകരണ മനോഭാവം വർദ്ധിക്കും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കും. വ്യക്തിപരമായ പ്രവർത്തനങ്ങളിൽ പുരോഗതി ഉണ്ടാകും. വാണിജ്യപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ചർച്ചകളിൽ വിജയിക്കും. ബിസിനസ് യാത്രകൾ സാധ്യമാണ്. സംഭാഷണത്തിന് ഊന്നൽ നൽകുക. അലസത ഉപേക്ഷിക്കണം. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുക. സാമൂഹിക പ്രവർത്തനം നിലനിർത്തുക. അനുഭവത്തിൽ നിന്ന് പ്രയോജനം നേടുക. ബന്ധങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ ആസ്വദിക്കും. ലക്ഷ്യങ്ങൾ കൈവരിക്കും. സമ്പർക്കങ്ങൾ വർദ്ധിക്കും. സാഹോദര്യബോധം വളരും. മീനം രാശി, എല്ലാവരെയും സ്വാധീനിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. സമയം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുക. വീട്ടിൽ അതിഥികളെത്തും. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. സമ്പത്തിലും ഐശ്വര്യത്തിലും വർധനമുണ്ടാകും. കുടുംബവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക. കുടുംബത്തിലെ സന്തോഷവും ക്ഷേമവും ആസ്വദിക്കും. പാരമ്പര്യവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുക. പൂർവിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഒരു നല്ല ആതിഥേയനാകുക.